ഞാനിന്നുള്ളത് തിരുവനന്തപുരം പാലോടുള്ള ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ലൊക്കേഷൻ എങ്ങനെയുണ്ട്? ഗംഭീരമാണെന്ന് പറയാതെ വയ്യ. ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ മാത്രമല്ല, ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് ഇത്. നമ്മുടെ അഭിമാനമാണ് എന്ന് പറയാം. നമ്മുടെ കേരളത്തിന്, നമ്മുടെ ഇന്ത്യയുടെയൊക്കെ അഭിമാനമാണ് എന്ന് പറയാം. എത്ര പേർ തിരുവനന്തപുരത്തുകാരായിട്ടുള്ളവരും അല്ലാത്തവരും എത്ര പേർ ഇവിടെ വന്നിട്ടുണ്ട്, ഇത് കണ്ടിട്ടുണ്ട് എന്നറിയില്ല. 300 ഏക്കറിൽ പരന്നു കിടക്കുന്ന, നമ്മൾ കണ്ടിട്ടുള്ള, നമ്മൾ കാണാനിടയില്ലാത്ത, നമ്മൾ ഇനിയും കാണണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ കാണുന്നു പോലും പറ്റാത്ത അത്തരത്തിലുള്ള എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഒക്കെ ആയിട്ടുള്ള ചെടികളെ സംരക്ഷിച്ച് നിർത്തുകയും അതിൽ അവയെ എങ്ങനെ സംരക്ഷിക്കാമെന്നുള്ളതിൽ പരീക്ഷണം നടത്തുകയും പുതിയ 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 പരീക്ഷണങ്ങൾ കുറേ നടത്തുകയും റിസർച്ച് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് ശാസ്ത്രജ്ഞർ ഇവിടെയുണ്ട്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെ നമുക്ക് അവരെ കാണാൻ കഴിയും. അവരുടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമാണ്, ഒപ്പം ഇൻഫോർമേറ്റീവുമാണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ഇങ്ങോട്ടേക്ക് വരിക. ഇപ്പോൾ നിങ്ങൾക്കായി ഇവിടുത്തെ കാഴ്ചകൾ എത്തിക്കുകയാണ്. ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഏറ്റവും ആകർഷകമായ ഒരു സ്ഥലത്താണ് ഞാനുള്ളത്. സന്ദർശകരുടെ തിരക്ക് എപ്പോഴും ഉണ്ടാകാറുള്ള കാർണിവോറസ് പ്ലാന്റ്സിൻ്റെ ഒരു വലിയ കളക്ഷൻ ഇവിടെയുണ്ട്. നമുക്കറിയാം, നമ്മൾ പാഠപുസ്തകങ്ങളിലൊക്കെ പഠിക്കുന്ന നെപ്പന്തസ് എന്ന് പറയുന്ന ആ ഒരു ചെടിയുടെ തന്നെ പല പല വെറൈറ്റി ഇവിടെ അവർ സംരക്ഷിക്കുന്നുണ്ട്, വിൽപ്പനയും നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഓർക്കിഡിൻ്റെ ഒരു വലിയ ശേഖരമുണ്ട്. നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ച്, ഈ കാർണിവോറസ് പ്ലാന്റ്സിനെ കുറിച്ച് വിശദമായി പറയാൻ ഡോക്ടർ സലീം നമുക്കൊപ്പം ചേരുന്നു. ഇത് ജയൻ ടിബിജാറയിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു സെക്ഷനാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സന്ദർശകരായ വിദ്യാർത്ഥികൾക്കും മറ്റും ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തരുന്നൊരു സെക്ഷനാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, കാർണിവോറസ് പ്ലാന്റ്സ്, അതാ മാംസഭോജികളായ സസ്യങ്ങളുടെ ഒരു ശേഖരമാണ്. ഏകദേശം 17ലധികം ജീനസുകൾ ഇവിടെ പല ഫാമിലിയിലായിട്ട് ഞങ്ങൾ സംരക്ഷിച്ച് വരുന്നുണ്ട്. അത് പഠനാവശ്യങ്ങൾക്കും കുട്ടികളുടെ സ്കൂൾ കുട്ടികളുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും പഠനാവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ലോകത്ത് പല ഫാമിലികളിലായി, പല സസ്യ കുടുംബങ്ങളിലായിട്ടാണ് ഈ കാർണിവോറസ് പ്ലാന്റ്സ് കാണപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബം എന്ന് പറയുന്നത് നെപ്പന്തസ് എന്ന് പറയുന്ന സഞ്ചിച്ചെടികളെന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ചെടികളാണ്. നെപ്പന്തസ് ഖാസിയാന എന്ന് പറയും, അല്ലെങ്കിൽ നെപ്പന്തസിൻ്റെ വിവിധ തരത്തിലുള്ള പിച്ചർ പ്ലാന്റുകൾ. ഇതിൻ്റെ ഏകദേശം ലോകത്ത് 150ഓളം സ്പീഷീസുകളാണ് ലോകത്തുള്ളത്. അതിൽ ഏകദേശം 15 സ്പീഷീസുകൾ ടിബിജാറയിൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിപ്പം കൂടിയ, ഞങ്ങളുടെ കളക്ഷനിലുള്ളതിൽ ഏറ്റവും വലിപ്പം കൂടിയ ഒരു പിക്ചറുള്ള പ്ലാന്റാണ് ഇത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ കാടുകളിൽ കാണപ്പെടുന്ന നെപ്പന്തസ് ട്രങ്കേറ്റ എന്ന് പറയുന്ന ഒരു സ്പീഷീസാണ്. അതിൻ്റെ യങ് പിക്ചറാണ് ഈ വരുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ കേരളത്തിലെ കാടുകളിൽ കാണപ്പെടുന്ന ഒരു ജീനസുണ്ട്, സൺഡ്യൂ എന്ന് പറയും, അഥവാ ഡ്രൊസീറ എന്ന് പറയുന്ന സ്പീഷീസാണ്. ഡ്രൊസീറയുടെ 3 സ്പീഷീസുകൾ നമ്മുടെ വനങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളത് കൂടുതലും നമ്മുടെ വിദേശികളായിട്ടുള്ള ഇതാണ്. ഇത് സൺഡ്യൂവിൻ്റെ ഒരു പ്ലാന്റ്സാണ്. ഡ്രൊസീറ സ്പാത്തുലേറ്റ എന്ന് പറയുന്ന ചെടിയാണ്. നിങ്ങൾക്കിതിൻ്റെ ഇലയുടെ മേൽഭാഗത്ത് രോമങ്ങൾ പോലെ തിളങ്ങുന്ന ഒരു ഇത് കാണാം. കണ്ണീർ മഴത്തുള്ളികൾ പോലെ കാണുന്നു. ഇതുകൊണ്ട് ഈ മഴത്തുള്ളികൾ കാരണമാണ് ഇതിന് സൺഡ്യൂ എന്ന് പേര് കിട്ടിയത്. പക്ഷേ അത് ശരിക്കും മഴത്തുള്ളികളല്ല, അത് ചെറിയ പശയുള്ള ഒരു ദ്രാവകമാണ്. ഈ ദ്രാവകത്തിലേക്ക് വന്ന് ഇരിക്കുന്ന പ്രാണികൾ അവിടെ അട്രാക്റ്റ് ചെയ്യുകയും ക്രമേണ അതിൻ്റെ മുകളിലുള്ള ഹെയർസ്, രോമങ്ങളിൽ നിന്ന് എൻസൈമുകൾ, ദഹനരസങ്ങൾ പുറപ്പെടുവിക്കുകയും ആ ദഹനരസങ്ങൾ ഈ പ്രാണികളെ ദഹിപ്പിച്ച് ചെടിക്ക് ഭക്ഷണമായിട്ട് വലിച്ചെടുക്കാൻ കഴിയുന്ന പരുവത്തിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റൊരു വിഭാഗം ചെടികളെന്ന് പറഞ്ഞാൽ ഇതും നമ്മൾ പറഞ്ഞ സൺഡ്യൂവിൽ വരുന്നതാണ്. സൺഡ്യൂവിൽ വരുന്ന ഡ്രൊസീറ മെഡഗാസ്കറൻസിസ് എന്ന് പറയുന്നതാണ്. ഇത് വിദേശ ഇനമാണ്. ഇത് മറ്റൊരു സൺഡ്യൂവാണ്. ഇതും വിദേശ വിഭാഗത്തിൽപ്പെട്ട ഇനങ്ങളാണ്. പിന്നെ വരുന്നത് ഇത് ഡ്രൊസീറ കേപ്പൻസിസ് എന്ന് പറയുന്നതാണ്. ഇതിൻ്റെ ഇലകൾ ഇതിൻ്റെ അഗ്രഭാഗത്താണ് പ്രാണികൾ പറ്റുന്നത്. ആ സമയത്ത് ഇവ ക്രമേണ ചുരുണ്ട് അതിനകത്തേക്കുള്ള ഹെയർസിൽ എൻസൈം പുറപ്പെടുവിച്ച് ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ കാർണിവോറസ് പ്ലാന്റ്സിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് വീനസ് ഫ്ലൈ ട്രാപ്പ് എന്ന് പറയുന്ന ചെടിയാണ്. ഇതിൽ നമ്മൾ പറഞ്ഞു വരുന്ന ചെടികൾ, ഇനി പറയാൻ പോകുന്ന ചെടികളിലെല്ലാം തന്നെ ട്രാപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് പാസീവ് ട്രാപ്പ് സിസ്റ്റമാണ്. ഈ ഒരു ചെടിക്ക് മാത്രമാണ് ആക്റ്റീവ് ട്രാപ്പ് സിസ്റ്റം ഉള്ളത്. ഈ കാണുന്ന ഭാഗമാണ് ഇതിൻ്റെ ഇര പിടിക്കാനുള്ള സംവിധാനം അഥവാ ട്രാപ്പ് സിസ്റ്റം.
ഈ ട്രാപ്പ് സിസ്റ്റത്തിന് ഇതിനകത്ത് നിങ്ങൾക്ക് ഈ 2 ഇതളുകൾക്ക് അകത്ത് നോക്കിയാൽ രോമങ്ങൾ പോലുള്ള ചെറിയ മുള്ളുകൾ കാണാൻ കഴിയും. 2-3 മുള്ളുകൾ ഇതിനകത്ത് കാണാൻ കഴിയും. ഈ മുള്ളുകൾ ഇതിനകത്തൊരു പ്രാണി കടന്നു കഴിഞ്ഞാൽ ആ പ്രാണി പല പ്രാവശ്യം ഇതിനകത്തൂടെ ഓടി നടക്കുമ്പോൾ ഒരു സെക്കൻഡിൻ്റെ 10-1 സമയത്തിനുള്ളിൽ ഒന്നിലധികം പ്രാവശ്യം പ്രാണികൾ ഈ ഹെയർസിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ് സെൻസ് ചെയ്യുകയും അത് പ്രാണി അല്ലെങ്കിൽ അതിനുള്ള ഇര എത്തിയെന്ന് മനസ്സിലാക്കുകയും അത് അടയുകയും ചെയ്യും. ഇത് അടയുന്ന സമയത്ത് ഇതിനകത്തുള്ള എൻസൈമുകൾ പുറപ്പെടുവിക്കുകയും ഈ എൻസൈമുകൾ ഈ പ്രാണിയെ ദഹിപ്പിച്ച് മൂലകങ്ങൾ വലിച്ചെടുത്തതിന് ശേഷം ഇത് 8, 10, 12 മണിക്കൂറുകൾക്ക് ശേഷം ഇത് റീ ഓപ്പൺ ചെയ്ത് വീണ്ടും ഫങ്ഷൻ ചെയ്യും. ഇത് കാഴ്ചയിൽ നമ്മൾ വളരെ സക്കുലൻ്റ് ആയിട്ടുള്ള പ്ലാന്റാണ്. പക്ഷേ ഇതിൻ്റെ ഇലയിലേക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ഇലയിൽ നിരവധി ഹെയർസ് കാണാം. ഈ ഹെയർസ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയുള്ള ട്രാപ്പ് സിസ്റ്റമാണ്. ഇത് പിങ്കിക്കുല എന്ന് പറയുന്ന ഒരു ജീനസിൽ വരുന്ന ചെടികളാണ്. പിങ്കിക്കുലയുടെ 2 സ്പീഷീസുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞ വീനസ് ഫ്ലൈ ട്രാപ്പ് എന്ന് പറയുന്ന ഡയോണിയ മസിപ്പുല എന്ന് പറയുന്ന പ്ലാന്റാണ്. അടുത്തത് വേറൊരു ട്രാപ്പ് സിസ്റ്റമാണ്. ഇല മുഴുവനായി ചുരുണ്ട് അത് ട്രാപ്പ് സിസ്റ്റമായി മാറുന്നു. ഇത് ഹീലിയം ഫോറ എന്ന് പറയുന്ന വേറൊരു ജീനസിൽപ്പെടുന്ന ചെടിയാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഫുൾ ട്രാപ്പ് സിസ്റ്റം. ഇതിനകത്താണ് എൻസൈമുകൾ കാണപ്പെടുന്നത്. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ടൊരു പ്ലാന്റ് നമ്മുടെ കാടുകളിൽ ധാരാളമായിട്ട് കാണുന്നതാണ് ഈ വെള്ളത്തിൽ പടർന്നു കിടക്കുന്ന ഈ ആമ്പലിനോടൊപ്പം പടർന്നു കിടക്കുന്ന ഈ വള്ളികൾ പോലെ രോമങ്ങൾ പോലെ കാണുന്ന ചെടി. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിൻ്റെ ആ രോമങ്ങൾ പോലെ കാണുന്ന ഭാഗത്ത് ചെറിയ ബബിൾസ് പോലുള്ള ഭാഗങ്ങൾ കാണും. അത് അതിൻ്റെ ട്രാപ്പ് സിസ്റ്റമാണ്. ഇത് ബ്ലാഡർ വെർത്ത് എന്നാണ് അറിയപ്പെടുന്നത്. നീലപ്പൂക്കളും ചെറിയ നീലപ്പൂക്കളും മഞ്ഞപ്പൂക്കളുമായി പാറപ്പുറത്ത് വെള്ളമുള്ള ഫോറസ്റ്റുകളിൽ ഗ്രാസ് ലാൻഡിൽ ഇത് മനോഹരമായ ഒരു പുഷ്പ സംവിധാനം ഒരുക്കി കാണപ്പെടുന്നുണ്ട്. ഇത് ജലത്തിൽ കാണപ്പെടുന്ന ചെറിയ പ്രാണികളെയാണ് അവർ അട്രാക്റ്റ് ചെയ്യുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് പിച്ചർ പ്ലാന്റുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് അതിൻ്റെ ഏകദേശം 15ഓളം സ്പീഷീസുകളും നിരവധി ഹൈബ്രിഡുകളും കാണപ്പെടുന്നു. ഇതിൻ്റെ ട്രാപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചെടികൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാർണിവറസ് പ്ലാന്റ്സും കാണപ്പെടുന്നത് മാർഷി ലാൻഡ്സിലാണ്, ചതുപ്പ് പ്രദേശങ്ങളിലാണ്. ചതുപ്പ് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഈ ചെടികൾക്ക് സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ആവശ്യമായ ന്യൂട്രിയൻസ് അല്ല. ആ ന്യൂട്രിയൻസ് ലഭ്യമല്ലാത്തത് കൊണ്ട് ചെടിക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് ഉണ്ടാകാൻ വേണ്ടി പ്രകൃതി ചെടികൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ട്രാപ്പ് സിസ്റ്റങ്ങളെല്ലാം തന്നെ. അതിലൊന്നാണ് പിച്ചർ. ഇതുകൂടാതെ ഞങ്ങളുടെ സെക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്ന ഓർക്കിഡുകളാണ്. വനജാതികളായ ഏകദേശം 500-ലധികം സ്പീഷീസുകളും ഏകദേശം 200-ലധികം ഹൈബ്രിഡ് ഇനങ്ങളുമായി വലിയൊരു ഓർക്കിഡ് ശേഖരം ഞങ്ങൾക്കുണ്ട്. പിന്നെയുള്ളത് ആന്തൂറിയംസ് ആണ്. കട്ട് ഫ്ലവർ ആന്തൂറിയംസായ ആൻഡ്രിയാനത്തിൻ്റെ ഹൈബ്രിഡുകളും ഫോളിയേജ് ആന്തൂറിയംസായ ഏകദേശം ഇപ്പോൾ 17-20ഓളം ഫോളിയേജ് ആന്തൂറിയംസും നമുക്ക് ഇപ്പോൾ ഞങ്ങളുടെ കൺസർവേറ്ററിയിൽ സംരക്ഷിച്ചു വരുന്നുണ്ട്.